ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. മൌറീഷ്യസുമായുള്ള സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. വയനാട് പുനരധിവാസ വിഷയം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വയനാട് ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-നെന്ന് മന്ത്രി കെ രാജൻ. കുട്ടികളിൽ ലഹരിക്കെതിരെ അവബോധം വളർത്താൻ പ്രൈമറി സെക്കൻഡറി തലത്തിലെ അധ്യാപകർക്ക് അവധിക്കാല പരിശീലനം നൽകുമെന്ന് മന്ത്രി എം പി രാജേഷ്. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. മൌറീഷ്യസുമായുള്ള സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്നേഹത്തിന് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ഇന്ന് മൌറീഷ്യസ് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീ നരേന്ദ്രമോദി മൌറീഷ്യസിലെ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. നാളെ മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം പുരോഗമിക്കുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭ പുനരാരംഭിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നീക്കം സംബന്ധിച്ച പരാമർശത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാപ്പ് പറയണമെന്ന് ഡിഎംകെ എംപി കനിമൊഴി ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വയനാട് പുനരധിവാസ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. പ്രതിപക്ഷത്ത് നിന്ന് ടി സിദ്ദിഖാണ് നോട്ടീസ് നൽകിയത്. വയനാട് ദുരന്തം നടന്ന 8 മാസമായിട്ടും പുനരധിവാസ പട്ടിക പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. വിഷയത്തിൽ കേന്ദ്ര സമീപനം മനുഷ്യത്വപരമല്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനും ദുരിതാശ്വാസങ്ങൾക്കും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ പുനരധിവാസം ചുവപ്പ് നാടയിൽ കുരുങ്ങി വൈകുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്നും ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-ന് നടക്കുമെന്നും മന്ത്രി കെ രാജൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കുട്ടികൾക്കിടയിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുകയാണെന്ന് മന്ത്രി എം പി രാജേഷ്. അധ്യാപകരിലൂടെ കുട്ടികളെ ശാക്തീകരിക്കുക എന്നത് ലക്ഷ്യമിട്ട് പ്രൈമറി സെക്കൻഡറി തലത്തിലെ അധ്യാപകർക്ക് അവധിക്കാല പരിശീലനം സംഘടിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എല്ലാ സ്കൂൾ തലങ്ങളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. അതുപോലെ വിശദമായിട്ടുള്ള മാർഗരേഖ ജാഗ്രതാ സമിതികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തി കണ്ടെത്തുക, അറിയിക്കുക, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. ലഹരിക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അധ്യാപകരെ എംപവർ ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികളും പൊതുവിദ്യാഭ്യാസ വകുപ്പും എക്സൈസ്, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ജൂൺ 26-ന് ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദേശീയപാത 66 2025 ഡിസംബറിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ദേശീയപാത വികസനത്തെ എല്ലാവരും ഒരുപോലെ പിന്തുണയ്ക്കണമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഹരിതചട്ടം നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ടൂറിസം മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനം മറികടക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിവരികയാണെന്നും തിരക്ക് കൂടുന്നത് കണക്കിലെടുത്ത് ഡെസ്റ്റിനേഷൻ ചാലഞ്ചിലൂടെ പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്തിവരികയാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ ടൂറിസ്റ്റ് സാധ്യതയുള്ള സംസ്ഥാനമായിട്ടാണ് പൊതുവെ കേരളത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ മാലിന്യം അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായി ഇടപെടണം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊക്കെ വെച്ച് ഒരു സർക്യൂട്ട് എന്നുള്ള ഒരു ആലോചന നമുക്ക് എങ്ങനെ പറ്റുമെന്നുള്ളത് പരിശോധിക്കാം. പൊതുവെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഈ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഇവയെ പരിപാലിക്കാനും മറ്റുമായി എംഎൽഎമാരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സംവിധാനങ്ങൾ DTPCയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാവുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ലഹരി കേസുകൾ പരിശോധിക്കുമെന്നും ഇത് സംബന്ധിച്ച തെറ്റായ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി 2 ദിവസം മാത്രം.
പൊങ്കാല സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാല അർപ്പിക്കുന്നതിനായി തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി നഗരത്തിൽ നാളെ ഉച്ച മുതൽ വ്യാഴാഴ്ച രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ സമയത്ത് നിശ്ചിത ഇടങ്ങളിൽ മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. പൊങ്കാല ദിവസം എയർപോർട്ടിൽ ഉൾപ്പെടെ പോകേണ്ടവർ യാത്ര മുൻകൂട്ടി ക്രമീകരിക്കണം. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് റെയിൽവേ പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. കൂടാതെ സ്ഥിരം ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പുകളും സമയ പുനഃക്രമീകരണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊങ്കാല ദിവസമായ 13-ന് പുലർച്ചെ 1:30-ന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പ്രത്യേക ട്രെയിൻ രാവിലെ 6:30-ന് തിരുവനന്തപുരത്തെത്തും. 13-ന് പകൽ 2:15-ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും സർവീസുണ്ടാകും. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ 400-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി. ന്യൂഡൽഹി, ഹസ്രത്ത് നിസാമുദ്ദീൻ തുടങ്ങിയ സ്റ്റേഷനുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്കും ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. KSRTCക്ക് സർക്കാർ 73 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനായാണ് ഈ തുക അനുവദിച്ചത്. ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന കപ്പലുകൾ അറ്റകുറ്റപ്പണികളുടെ പേരിൽ ദീർഘകാലമായി ഡോക്കിൽ കെട്ടിയിടുന്നതിലൂടെ ദ്വീപ് നിവാസികൾ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെന്ന് ലക്ഷദ്വീപ് MP ഹംദുള്ള സയീദ്. കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ബേപ്പൂർ, കൊച്ചി, മംഗലാപുരം തുറമുഖങ്ങളിലേക്കുള്ള സർവീസുകൾ സംബന്ധിച്ച പ്രശ്നവും അദ്ദേഹം ഉന്നയിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക. പരമാവധി ശുദ്ധജലം കുടിക്കുക. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അസുഖങ്ങൾ പകരുന്നത് നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ. രോഗവ്യാപനമുണ്ടാകാൻ സാധ്യതയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പട്ടിക തയ്യാറാക്കി കർമ്മ പദ്ധതി രൂപീകരിക്കും. സൂര്യാഘാതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മെഡിക്കൽ ഓഫീസിലും ദുരന്ത നിവാരണ അതോറിറ്റിയെയും അറിയിക്കണമെന്നും DMO നിർദ്ദേശിച്ചു. പാലക്കാട് ജില്ലയിൽ ഉയർന്ന ചൂട് കന്നുകാലികളുടെ ജീവനും ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വേനൽ ചൂടിൽ കണ്ണമ്പ്രയിലും വടക്കഞ്ചേരിയിലും 2 പശുക്കൾ ചത്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം മൃഗസംരക്ഷണ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. ചൂട് കൂടുന്ന പകൽ സമയങ്ങളിൽ കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. നിർജ്ജലീകരണം മൂലമുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടത്ര ശുദ്ധജലം ലഭ്യമാക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കന്നുകാലികൾക്ക് സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ അടുത്തുള്ള മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ സേവനം തേടണമെന്നും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു. WPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30-ന് മുംബൈയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30-ന് ബംഗളൂരുവിലെ ശ്രീ ഖണ്ഡീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. 1 പോയിന്റ് അകലെയാണ് മുംബൈ FCയുടെ പ്ലേ ഓഫ് സാധ്യത. വയനാട് ബേഗൂർ സെക്ഷൻ പരിധിയിലെ ആലത്തൂർ റിസർവിൽ 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന കുട്ടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കണ്ണൂർ പാനൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. പാനൂർ നഗരസഭ ഏർപ്പെടുത്തിയ ഷൂട്ടറാണ് പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടുപന്നിയെ വെടിവെച്ചത്. കൊല്ലം നഗരത്തിലെ സെന്റ് തോമസ് CSI പള്ളിവളപ്പിൽ ട്രോളി ബാഗിൽ ഉപേക്ഷിച്ച നിലയിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി മൌറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. മൌറീഷ്യസുമായുള്ള സഹകരണം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. വയനാട് പുനരധിവാസ വിഷയം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. വയനാട് ദുരന്ത ബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഈ മാസം 27-നെന്ന് മന്ത്രി K രാജൻ. കുട്ടികളിൽ ലഹരിക്കെതിരെ അവബോധം വളർത്താൻ പ്രൈമറി, സെക്കൻഡറി തലത്തിലെ അധ്യാപകർക്ക് അവധിക്കാല പരിശീലനം നൽകുമെന്ന് മന്ത്രി MB രാജേഷ്. ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ മുതൽ വ്യാഴാഴ്ച വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. പൊങ്കാലയ്ക്കെത്തുന്നവർക്കായി പ്രത്യേക ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.